സദ്ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിന്നോട് പിണങ്ങിയവനോട് നീ ഇണങ്ങുകയും നിന്നെ വിലക്ക് പ്രഖ്യാപിച്ചവനോട് നീ കനിവുള്ളവനാവുകയും നിന്നെ ശകാരിച്ചവനോട് നീ സൗമനസ്യം കാണിക്കുകയും ചെയ്യുക എന്നതാണ്. മനുഷ്യബന്ധങ്ങളെ ഉദാത്തമായി ക്രമീകരിക്കുകയാണ് ഇവിടെ. വിശ്വാസിയുടെ പെരുമാറ്റം ഉത്കൃഷ്ടമാകുന്നത് തന്റെ സമീപനം താൻ വെറുക്കുന്നവരോടും സ്നേഹിക്കുന്നവനോടും ഒരുപോലെ ആകുമ്പോഴാണ്. ശത്രുവിനോടും മിത്രങ്ങളോടും അപരിചിതനോടും അത്യാകർഷകമായ സമീപനം ഉണ്ടാവുക എന്നതാണ് മഹത്വം. അള്ളാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിൽ തന്റെ ഭാര്യമാരോടും കുട്ടികളോടും വളരെ ദയയും സൗഹൃദമുള്ളവനായിരുന്നു. അദ്ദേഹം അവരോട് സ്നേഹം പ്രകടിപ്പിച്ചു. എപ്പോഴും സന്തോഷവാനും അവരോട് നല്ല സ്വഭാവക്കാരനുമായിരുന്നു. വീട്ടുജോലികളിൽ അവരെ സഹായിച്ചു. അദ്ദേഹം ഒരിക്കലും പരുഷമായി പെരുമാറിയിരുന്നില്ല. അവരുടെ തെറ്റുകൾ അവഗണിച്ചു. അദ്ദേഹം കുട്ടികളോട് വളരെ ദയയുള്ളവനായിരുന്നു. അവരോടൊപ്പം കളിച്ചു. പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ ദൂതൻ തന്റെ കുടുംബാംഗങ്ങളെ വീട്ടുജോലികൾ സഹായിച്ചിരുന്നു. അദ്ദേഹം ആടുകളെ കറന്നു, ചെരുപ്പുകൾ നന്നാക്കി. തന്റെ ജോലികളുടെ ഭാരം മറ്റുള്ളവരുടെ മേൽ ചുമത്തിയില്ല. അദ്ദേഹം മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകി, വീടടിച്ചു, ഒട്ടകങ്ങളെ കെട്ടി, തന്റെ ദാസന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചു, മാവ് കുഴച്ചു, പലചരക്ക് സാധനങ്ങൾ വാങ്ങി. ഞാൻ തിരുമേനിയുടെ യാത്രയിലും വീട്ടിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചോദിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ല. വിശുദ്ധ ഖുർആനിലുള്ള നിയമനിർദ്ദേശങ്ങളുടെ പ്രായോഗിക രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു തന്നത്. ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിന്റെ പ്രത്യേകത